നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് ആണ്. എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് തന്നെ യു ആർ മൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ആണ് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് കേട്ടോ. അവർ ആ രീതിയിൽ അത്രയും ഡെപ്തിലാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത്. നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നത്. അവരുടെ ആണ് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് നിങ്ങളെ കുറിച്ചുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹീലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ ഹീൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുമ്പോൾ അവരുടെ ഒരുപാട് വിഷമങ്ങൾ അവർ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പെയിൻ അവരുടെ മനസ്സിൽ നിന്നും റിമൂവ് ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും ഒരു ഹീലിംഗ് എഫക്റ്റ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർക്ക് മുന്നോട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്ട്രൈവ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ ഈ റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവരായിട്ട് തന്നെ സ്വന്തം കാര്യങ്ങളോട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ അവർക്ക് പറ്റുന്നുണ്ട്. അവരായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ട് അവർക്ക് ഒന്നുകൂടി വളരാൻ വേണ്ടി പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഫോർഗീവ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ പേരിൽ അവർ നിങ്ങളോട് ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത്. ഓക്കെ. കാർമിക് ബാറ്റിൽ എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഇതൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും പലപ്പോഴും നിങ്ങൾ അറിയാതെ അങ്ങോട്ട് പരസ്പരം വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആവുന്നത്. നിങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേദന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴുണ്ടാവുന്ന വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്ന വാക്കുകൾ കൊണ്ടുള്ള മുറിവുകളായിരിക്കാം. അങ്ങനെ ഒരു കാർമിക് ബാറ്റിൽ ചിലർക്ക് ഈ ഒരു റിലേഷനിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓപ്പണിംഗ് അപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. അവര് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതായത് ചില കാര്യങ്ങളൊക്കെ അവര് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരതെല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. സയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് കാണുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയനിലോട്ട് പോകുന്നതിന്റെ സയൻസ് കാണുന്നുണ്ടാവാം. ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആളുടെ പേര് കാണുന്നുണ്ടാവാം. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡിവൈൻ ടൈമിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിങ്ങിലോട്ടാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, ലെസ് കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച്, ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ട് വരുന്നതായിട്ട്, ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സന്റെ ആഗ്രഹം എന്നാണ് കാണിക്കുന്നത്. അവർ ആ രീതിയിലാണ് ഈ റിലേഷനെ കാണുന്നത്. പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ ലൈഫിൽ ചേർത്ത് പിടിക്കണം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇൻസ്പിറേഷൻ എന്നാണ് കാണിക്കുന്നത്. അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നീഡ് യു എന്ന് കാണിക്കുന്നുണ്ട്. അവര് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാതെ പറയുന്നത്. നിങ്ങളെ അവർക്ക് ആവശ്യമാണ്, അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു ഒറാക്കിൾ മെസ്സേജ് ഒന്നും കൂടി നോക്കാം.
ഹോൾഡിംഗ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് പറയാതെ അവർ സീക്രട്ട് ആയിട്ട് മറച്ചു പിടിച്ച കാര്യങ്ങൾ ഇവിടെ ഓപ്പണിംഗ് അപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവര് ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് തുറന്ന് ഓപ്പൺ അപ്പ് ആക്കാൻ ആഗ്രഹിക്കുന്നു, തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ന്യൂ ചാപ്റ്റർ എന്നാണ് കാണിക്കുന്നത്. അതായത് അവർ ഈ റിലേഷനിൽ ഒരു പുതിയൊരു സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷനിൽ, ഒരു റീയൂണിയൻ ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൺഫ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഈ റിലേഷന്റെ കാര്യത്തിൽ വരാറുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആയി പോവാറുണ്ട്. ഇത് മുന്നോട്ട് പോവുമോ, ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് കാണിക്കുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഇവിടെ ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ്. ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് വരും എന്ന് കാണിക്കുന്നുണ്ട്. ലുക്ക് ഫോർ എ സൈൻ എന്ന് കാണിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻസ് എന്നുള്ളത്. ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത് സയൻസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, അതായത് ഒരു റിയൂണിയൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. ആ ഒരു സയൻസ് നിങ്ങൾ നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു റിയൂണിയന്റെ സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. ഓക്കെ. ഇംപ്രൂവിംഗ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടായിരിക്കാം അവർ റിലേഷനിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും അവർ പുറത്ത് വരുന്നതായിട്ടാണ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇംപ്രൂവ് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ബി 1998, ലെറ്റർ വൈ, ലെറ്റർ എഫ്, പൂയം, വിശാഖം 1994, ലെറ്റർ സി, ലെറ്റർ ടി 1991, ചിത്തിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.